നമുക്ക് സൺ കിസ്ഡ് ആണ് ഗൈസ്. പെട്ടെന്ന് നമുക്ക് നാച്ചുറൽ ലൈറ്റ് കിട്ടി. ഹിഡൻ ടാലന്റിലാണ് നമ്മൾ നിർത്തിയതില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഗൈസ് ഇവര് പറഞ്ഞ 18+ ആയി ശരിക്കുള്ളതല്ല കേട്ടോ. വഴിയെ മനസ്സിലാവും. പക്ഷെ നിങ്ങളതൊന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് എല്ലായിടത്തും കൂടി കൂട്ടിയിട്ട് എനിക്കന്ന് പഠിച്ചാൽ തന്നെന്ന് ആദ്യം പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് മെമ്മറി ഓഫ് ആസ് ദാറ്റ് ഓൾവേസ് മേക്ക് യു സ്മൈൽ? മേക്ക് us smile. അതെ, അങ്ങനെ ചോദിച്ചാൽ വെറുതെ അത് ആ മെമ്മറിയാണ്. അതായത് നമ്മൾ വെറുതെ ഇരുന്ന സമയം. ഇപ്പൊ നമ്മൾ കുറച്ച് സ്കെഡ്യൂൾ കുറച്ച് സീരിയസ്ലി ഇല്ല, ഫ്രീ ടൈം തീരെ കിട്ടുന്നില്ല ഗൈസ്. സെഷൻസ് കുറച്ച് ജൂൺ വരെ അങ്ങനെ നമ്മൾക്ക് പറയാൻ പാകത്തിന് എല്ലാ മെമ്മറീസ് ആണ്. പക്ഷെ അത്രയും ഭയങ്കര നമുക്ക് ഒന്നാമത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള മെമ്മറീസ് ഒന്നുമില്ല. അല്ലെങ്കിൽ ഭയങ്കര നമ്മളെപ്പോഴും ഒപ്പരാണ്, സെയിം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡു യു ബിലീവ് ഇൻ ഡെസ്റ്റിനി ഓഫ്? ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് കുറെ മരപ്പാഴകൾ കൂടെ വന്ന് പെട്ടുപോയി. അത് വിധിയാണോ? ഫേറ്റ് അപ്പൊ എന്താ? ഫേറ്റും വിധി ഡെസ്റ്റിനിയിൽ നിങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. Who is your current crush? പറ. എനിക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് മറ്റേ ഒരു വീഡിയോ അല്ലേ നീ? I like him. You like every boy. What's wrong with that? ഇത് നമ്മളവിടെ വെക്കുക. ആരെങ്കിലും കണ്ടിട്ട് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ പറയാം. കേട്ടോ, ചൈൽഡ്ഹുഡ് കരിയർ ചോയ്സ്. അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോഴുള്ള ഏരിയ പറയാം. ഞാൻ അവിടുത്തെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റാണ്. ഞാൻ അവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഇതാണ് നമ്മൾ കറണ്ട് ഡെസിഗ്നേഷൻ. ചൈൽഡ്ഹുഡിൽ എനിക്ക് ഒറ്റൊന്നും ഉണ്ടായിരുന്നു, ജേർണലിസം. ആകെ എനിക്ക് അങ്ങനെ ഒന്നുമില്ലേ. ഈ റിസർച്ച് ഒക്കെ ഭയങ്കര അങ്ങനത്തെ പക്ഷെ ആരുടെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്റെ വാപ്പ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ എപ്പോ. എനിക്ക് ജേർണലിസം ഭയങ്കര, ഞാൻ ജേർണലിസ്റ്റായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കണം, ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു ആ സമയത്ത്. 10ാം ക്ലാസ്. അപ്പൊ നിങ്ങളൊക്കെ ഇത് അറിഞ്ഞതുകൊണ്ട് നിങ്ങൾ ഈ കരിയർ ചൂസ് ചെയ്തതാ? സൈക്കോളജി പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം എന്ന് അതിന് താല്പര്യം. പക്ഷെ കുറച്ച് എത്തിയപ്പോ എങ്ങനെയോ എത്തിപ്പെട്ടതല്ല, വലുതായി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ. പക്ഷെ അറിയാതെ ഞാൻ മറ്റേ എടുത്തതും അറിയാതെ ഇരിക്കുന്നതും അറിയാതെ ഇപ്പൊ ജീവിക്കുന്നത് അറിയില്ല. അടുത്ത ക്വസ്റ്റ്യന് നമ്മളെ പറ്റി 3 വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യാം. 3 വേർഡ്സിൽ നമ്മളെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എന്റർടൈനിങ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. അല്ല, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇടയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. അല്ല, എന്നാലും ഭയങ്കര എക്സ്ട്രോവേർട്ടും അല്ല, ഭയങ്കര ഇൻട്രോവേർട്ടും അല്ല, അതിൻ്റെ ഇടയിലുള്ള ആംബിവേർട്ട്. 3 വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞില്ലേ, അതിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ദാരിദ്ര്യം പിടിച്ചവർ, ചെറ്റ, നാറികൾ, പരനാറികൾ. ഞാനല്ല, ഞാൻ അവരെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തതാണ്. നമ്മളൊരു ഫ്യൂച്ചർ ഗോൾ ഉണ്ട്. അതായത് ഈ എന്തിനാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നുള്ളതിൻ്റെ ഒരു ഫ്യൂച്ചർ ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ആദ്യം പറഞ്ഞു. കുറേ ലക്ഷ്യങ്ങളുണ്ട്. അത് ഈ ഫണ്ടെടുത്ത് മാത്രമല്ല, എവിടെങ്കിലുമൊക്കെ എത്തണം. ഈ യൂട്യൂബ് ചാനൽ എന്നുള്ളതിൽ എന്താണ് നമ്മളെ ഫ്യൂച്ചർ നമ്മൾ വിചാരിക്കുന്നത് എന്നുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പൈസ എന്നൊക്കെ പറഞ്ഞെങ്കിൽ പൈസ മാത്രമല്ല, പൈസ
ഉണ്ടാവണല്ലോ. അത് മാത്രാണെന്നല്ല, അത് മെയിൻ ആണ്. അതായത് ആസ്പെക്ട്സിൽ നോക്കുമ്പോ ഒരു റൊട്ടീൻ തന്നെ ഫോളോ ചെയ്തിട്ട് ചെറിയൊരു മടുപ്പ് പോലെ കുറച്ച് ഹെക്ടിക് ആയിരിക്കും. റിലാക്സ് ചെയ്യാൻ അപ്പൊ നമ്മൾ വേണ്ടിയിട്ട്. ഇങ്ങനെ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇതൊക്കെ പുറത്തുള്ള ആൾക്കാർക്ക് എത്തിച്ചൂടാ. പിന്നെ അതുമല്ല നമ്മളിങ്ങനെ ദിവസം ഇവിടെ വന്ന് വർക്ക് ചെയ്യുക അത് മാത്രമല്ല, നമ്മൾ ആരെങ്കിലും ഒക്കെ അറിയണ്ടേ. ചിലപ്പോ ഇതിലൂടെയാണ് നമ്മളെ ലോകം അറിയാൻ പോണെന്നെങ്കിലോ. പിന്നെ ഫുൾ ഇനാഗുറേഷൻ ആയിരിക്കും. 300 സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ ആണെങ്കിൽ 3 മില്യൺ അടിച്ച കളിയാണ് അതെ അതെ. ഫുൾ മറ്റേ ഇപ്പൊ ഇരുന്നിട്ട് നമ്മള് ഇനാഗ്രേഷൻ പ്ലാൻ ചെയ്യുന്നു, പിന്നെ കൊളാബ് പ്ലാൻ ചെയ്യുന്നു, പുതിയ കാറ് വാങ്ങുന്നു, ഒരു കാറല്ല 3 പല കാർ. പല പല ഇതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഒക്കെ നടക്കുന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നടക്കട്ടെ. ഇവര് വിചാരിക്കട്ടെ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്യാം. അത്യാവശ്യം സമയമായിട്ടുണ്ട്. നമുക്കും സമയമായിട്ടുണ്ട് വീട്ടിൽ പോകാനായി. നമ്മളൊരു കാര്യം ഉറപ്പ് പറയാം, നമ്മളെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിരിക്കും, അല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും ഗൈസ്. അത് അതെ, നമ്മളത് ഉറപ്പ് തരുന്നു. അതെ. കാരണം എന്റർടൈൻമെന്റ് അല്ലാതെ അല്ലെങ്കിൽ ഫണ്ണല്ല നമുക്ക് ഇവിടെ ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ് നമ്മള് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ അല്ല, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ പറഞ്ഞേ ഭയങ്കര ആർഭാടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. മണി അടിച്ചു പൊട്ടിക്കൂ ഗൈസ്. ഓക്കെ ഓക്കെ ബൈ ബൈ ഗൈസ്.